ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ബീട്രൂട്ടും മുന്തിരിയും കൊണ്ടുള്ള ഒരു സ്ക്വാഷ് റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കി വെച്ചാൽ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെൽക്കം ഡ്രിങ്കാണ് കേട്ടോ ഇത്. പിന്നെ ഗസ്റ്റിന് നല്ല ചൂടുകാലമൊക്കെ അല്ലേ, അപ്പോൾ നല്ല ദാഹമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ടയേർഡായിട്ടിരിക്കുമ്പോൾ ഇതൊരു ഗ്ലാസ് അകത്ത് ചെന്നാൽ നല്ല റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. പിന്നെ അതുമാത്രമല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഇതുണ്ടാക്കാൻ ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി ചെറുതായി നുറുക്കിയെടുക്കണം. പിന്നെ 1/2 കിലോ കുരുവില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് ഒരു കഷ്ണം പട്ട, 5-6 ഏലക്കായ, 1/4 കപ്പ് നാരങ്ങനീര് വേണം. ഞാനിവിടെ 3 നാരങ്ങ എടുത്തിട്ടുണ്ട്. മിക്കവാറും 2 നാരങ്ങ മതിയാകും. ഇനി നമുക്ക് പഞ്ചസാരയാണ് ആവശ്യം. 2.5 കപ്പ് പഞ്ചസാരയുണ്ട്. ഇനി ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പിടാതെ ഇത് ഞാൻ നന്നായി വേവിച്ചെടുക്കും. അതിനുശേഷം അരിച്ച് ഇതിൻ്റെ ജ്യൂസ് സ്ക്വാഷിലേക്ക് ഉപയോഗിക്കും. ബീട്രൂട്ട് തോരനായിട്ട് ഉപയോഗിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബീട്രൂട്ട് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബീട്രൂട്ട് ജ്യൂസും കിട്ടും, ഉപ്പേരിയായി. ഇപ്പോൾ ബീട്രൂട്ട് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ ബീട്രൂട്ട് വേവിച്ചിട്ടുള്ളത്. കംപ്ലീറ്റ് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ബാക്കി വന്ന ഈ ബീട്രൂട്ടിനെ നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയിൽ ബീട്രൂട്ട് ഉപ്പേരിയോ തോരനോ പച്ചടിയോ എന്ത് വേണമെങ്കിലും ആക്കാം. ഈ ജ്യൂസിന് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് ഈ മുന്തിരി ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായി കഴുകി വെച്ചതാണ്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ മുന്തിരിയും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കുരുള്ള മുന്തിരിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുരു ഒഴിവാക്കി വേണം നമുക്ക് വേവിക്കാൻ. അങ്ങനെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജ്യൂസുകളൊന്ന് അളന്നെടുക്കണം. ടോട്ടൽ 5 കപ്പാണ് വേണ്ടത്. എനിക്കിവിടെ 1/4 കപ്പ് ബീട്രൂട്ട് ജ്യൂസും 1.5 കപ്പ് മുന്തിരി ജ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇനി ബാലൻസ് വരുന്ന അളവിന് ഞാൻ വെള്ളം അളന്നൊഴിക്കുകയാണ്. അളന്ന് വെച്ചിട്ടുള്ള പഞ്ചസാര ഇല്ല, അതിനി ഈ സമയത്ത് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പട്ട ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റാകുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ കയ്യിൽ നന്നാരി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അത് നിർബന്ധമൊന്നുമില്ല, അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 കഷ്ണം നന്നാരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്ക്വാഷിൻ്റെ പാകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കില്ലേ, അതിന് നൂൽപ്പരുവാകുന്നതിന് മുൻപൊരു കൺസിസ്റ്റൻസി ഇല്ലേ, അത്രയ്ക്കുള്ള തിക്നെസ് മതി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി താളിയുടെയൊക്കെ ആ ഒരു തിക്നെസ്. ഒരുപാട് കുറുകിയിട്ടുണ്ടെങ്കിൽ അത് തണുത്ത് കഴിയുമ്പോൾ കട്ടയായി പോകും. ഞാനിപ്പോഴാട്ടോ ഏലക്കായ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് ആറാൻ വെക്കാം. ഇപ്പോൾ ആറിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു അരിപ്പയിലൂടെ ഇതൊന്ന് അരിച്ചെടുക്കണം. മുന്തിരി ചേർത്തിട്ടുള്ളത് കാരണം ബീട്രൂട്ടിൻ്റെ ആ പർപ്പിൾ കളറ് കിട്ടിയിട്ടില്ല, എങ്കിലും നല്ല ഭംഗിയുള്ള കളറാണിത്. വേറെ ആർട്ടിഫിഷ്യൽ കളറുകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതിലെ ഫുള്ള് സ്ക്വാഷും എടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക.
എനിക്ക് 2 നാരങ്ങ ആവശ്യമായി വന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണും കയ്യിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത് കേട്ടോ. ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്വാഷ് കേടായി പോകും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് 1/4 ഭാഗത്തോളം നമ്മുടെ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. വേറെ പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യത്തിന് മധുരമുള്ളൊരു സ്ക്വാഷാണിത്. അപ്പോൾ ഇതുവരെ കണ്ട ഓരോരുത്തർക്കുമായി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ബായ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.